നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഇത് നിങ്ങൾക്കുള്ള റീഡിങ്സ് ആണ്. ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് സമയത്തെക്കുറിച്ചും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ, നിങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, നിങ്ങൾ മനസ്സിലാക്കേണ്ട സിറ്റുവേഷൻസുകൾ, കരിയർ, ഫിനാൻസ്, റിലേഷൻഷിപ്പ്, ഇതിനെല്ലാം ബേസ് ചെയ്താണ് നമ്മൾ ഓരോ ദിവസവും യൂണിവേഴ്സൽ മെസ്സേജ് എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എനർജീനെ കണക്റ്റ് ചെയ്യാനായിട്ട് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രസൻസ് റീഡിങ്സിൽ ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് ഓരോ വ്യക്തികൾക്കും ആക്യുറേറ്റ് ആകുന്ന റീഡിങ്സ് ലഭിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി നിങ്ങൾ ഏത് തലത്തിലേക്ക് ഉയരണമെന്നാണ് ആഗ്രഹിക്കുന്നത്, അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, കരിയർ പാതയെ ബേസ് ചെയ്തായിക്കോട്ടെ, റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തായിക്കോട്ടെ, നിങ്ങളുടെ മനസ്സിലെ ഒരു ആഗ്രഹത്തെ നിങ്ങൾക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ അഫർമേഷൻസ് എഴുതുക. നിങ്ങളുടെ ബന്ധങ്ങളിൽ ഇന്ന രീതിയിൽ മാറ്റം സംഭവിക്കുന്നു, ഇന്ന രീതിയിൽ ഇത്രയും ഹാപ്പിനെസ്സോടുകൂടി ഞാൻ കടന്നു പോകുന്നതിൽ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദേവമായ ഏത് എനർജീനെയാണെങ്കിലും നിങ്ങൾ കണക്റ്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഫിനാൻഷ്യലി ആണെങ്കിലും നമ്മൾ കടബാധ്യതകളൊന്നും പറയണ്ട. എനിക്കൊരു മാസം ഇത്ര ലക്ഷം രൂപ ഏൺ ചെയ്യുന്നതിന് അല്ലെങ്കിൽ എന്നിലേക്ക് വന്നു ചേരുന്നതിൽ ഞാൻ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു എന്ന് തന്നെ അഫർമേഷൻസിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കരിയർ പാതയിലേക്ക് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് മറ്റു വ്യക്തികളിൽ നിന്നൊക്കെ. അവരുടെയൊക്കെ ബന്ധങ്ങളെ ക്ലാരിറ്റി വരുത്താൻ, ക്ലിയർ ചെയ്യാനായിട്ട് അവരുടെ പേര് പറഞ്ഞ് അവരുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ നമുക്കുണ്ടാകാവുന്ന പോസിറ്റിവിറ്റിയെക്കുറിച്ച് സ്വയം പറഞ്ഞ് അത് സന്തോഷത്തോടു കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്ത് തന്നെ അഫർമേഷൻസ് എഴുതണം കേട്ടോ. അഫർമേഷൻസ് എന്ന് പറയുന്നത് ഒരു തമാശയല്ല. അക്ഷരങ്ങളെന്ന് പറയുന്നത് ഒരു മാജിക്കൽ എനർജിയാണ്. നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമ്മൾ എവിടെയെങ്കിലും എന്തെങ്കിലും കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത് വന്നു ചേരും. നമ്മൾ പോലും മറന്നു പോകുന്ന സമയത്തായിരിക്കും. പക്ഷേ ആ അക്ഷരങ്ങളുടെ എനർജി ഒരിക്കലും അത് മറക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കമൻറ്റിലാണെങ്കിൽ നിങ്ങൾ അഫർമേഷൻസ് ആയിട്ട് എഴുതൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരാനായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയൂ. നന്ദി പറയും തോറും കൂടുതൽ നമുക്ക് പ്രപഞ്ചം തരും. നിങ്ങൾ നന്ദി പറയുന്നത് കേൾക്കാനുള്ള ആ ഒരു ഹാപ്പിനെസ് കൊണ്ട്. ഒരു കുഞ്ഞ് സംസാരിക്കുമ്പോൾ കൂടുതൽ അമ്മ വീണ്ടും ഓരോന്ന് പറയുമ്പം കുഞ്ഞ് അതിൻ്റെ ഇരട്ടി പറയുന്നത് കേൾക്കാൻ എന്ന പോലെയാണ് പ്രപഞ്ചവും നമ്മളും തമ്മിലുള്ളൊരു ബന്ധം. ഒരു എന്താ പറയുക, ഒരു മാതൃ സ്നേഹത്തിൻ്റെ എനർജി തന്നെയാണ് ഡിവൈനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിലൊരു മാറ്റം വരുത്തുക. റൈറ്റ് ഹീലിംഗ് ചെയ്ത് നമ്മളുടെ നെഗറ്റിവിറ്റീനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, പുറം തള്ളിക്കളയുക. അത് കത്തിച്ച് അഗ്നിയിൽ എരിച്ചതിനെ ഭസ്മമാക്കി കളയുക. ജീവിതത്തിൽ മാറ്റം വരും. ഞാൻ എഴുതി ഒപ്പിട്ട് തരാൻ, മാറ്റം വരും. പക്ഷേ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ, വെറുതെ ഇത് കേട്ടിട്ട് ഇതിൻ്റെ കുറ്റവും പറഞ്ഞോട്ട് മാറിപ്പോയിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ എഴുതുന്ന അഫർമേഷൻസുകൾക്കൊക്കെ നിങ്ങൾ ആർക്കോ വേണ്ടിയിട്ടൊന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എഴുതിയാൽ മതി. നിറഞ്ഞ മനസ്സോടെ എഴുതാൻ പറ്റുന്നവർ എഴുതിയാൽ മതി. അതുപോലെ ഹെൽത്ത് പ്രശ്നം വരുന്നവർ, ഉറക്കക്കുറവുള്ളവർ, നിങ്ങൾ എത്ര മണിക്കൂർ ഉറങ്ങാനാണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളത് ഡെയിലി അഫർമേഷൻസിൽ ഒരു 11 പ്രാവശ്യമോ ഒരു 3 പ്രാവശ്യമൊക്കെ ഒന്ന് എഴുതി നോക്ക്. ഒരു 2 ദിവസം ഒന്ന് എഴുതി വെക്കും. ഞാൻ ഇത്ര മണി മുതൽ ഇത്ര മണി വരെ സുഖമായ നിദ്രയിൽ ഏറ്റവും ശാന്തമായും സമാധാനമായിട്ട് എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു. എല്ലാവരും പറഞ്ഞു ഉറങ്ങാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് വാട്സപ്പിൽ വരുന്നത്. നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ റൈറ്റിംഗ് ഹീലിംഗ് ചെയ്ത് കത്തിച്ച് കളാം. നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് പ്രശ്നമാണെങ്കിലും, ഇനി നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ അത് തന്നെ നിങ്ങൾ ഒരാളോട് സംസാരിക്കുന്നത് പോലെ, ഒരാളോട് നിങ്ങളെക്കുറിച്ച് പറയുന്നത് പോലെ അത് നിങ്ങളൊരു പേപ്പറിലേക്ക് എഴുതി അത് കത്തിച്ച് കളാം. മാറ്റം നിങ്ങൾക്ക് കാണിച്ചു തരാം. പക്ഷെ നിങ്ങളത് ചെയ്യുക, ഹാർഡ് വർക്ക് ചെയ്യുക, ഫോക്കസ് ചെയ്യുക തീർച്ചയായിട്ടും. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ സമയവും ക്ലാരിറ്റിയും വരുത്താൻ ശ്രമിക്കുക കേട്ടോ. മാറ്റങ്ങൾ വരുത്തേണ്ടത്, കരിയറിലൊക്കെ എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ, അതുപോലെ ഫിനാൻഷ്യൽ തീരുമാനങ്ങൾ, റിലേഷൻഷിപ്പുകളിൽ എന്തെങ്കിലും തീരുമാനങ്ങൾ, നിങ്ങളുടെ ഇപ്പോഴത്തെ കറൻറ്റ് സമയം, ഇതൊക്കെ അറിയാനായിട്ട് തീർച്ചയായിട്ടും ഇത് ചെയ്തു നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് 6 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. പ്രശ്നത്തെയും കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു ഫാമിലി എനർജിയുടെ പ്രസൻസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഒരു കുടുംബജീവിതം, ഒരു പാർട്ട്ണറെ വേണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് ആവാം. അതല്ലെങ്കിൽ പ്രശ്നങ്ങളുമായിട്ട് ഒരു രീതിയിലും ഒത്തുപോകാൻ പറ്റാത്ത വിധം നിങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റു വ്യക്തികളിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള മാനസിക പ്രശ്നങ്ങളോ കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളോ എല്ലാം
നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ പ്രസൻസ് ആവാം. ഒരു ട്രാവലിംഗ് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. നിങ്ങളുടെ കുടുംബമായിട്ട്, നിങ്ങളുടെ ചിൽഡ്രൻസും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു മാറ്റം, നിങ്ങൾ വീട് മാറാനോ സ്ഥലം മാറാനോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടുള്ള ഒരു ലോങ് ഡിസ്റ്റൻസിലേക്ക് പോകാനോ അല്ലെങ്കിൽ എബ്രോഡൊക്കെ പോയി സെറ്റിൽ ആവാനോ ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷേ നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്ന വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് പിന്മാറാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ വിവാഹം പോലുള്ളൊരു കാര്യത്തെ, ഒരു പാർട്ട്ണറുടെ എനർജിയെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ ഒരു സെക്കൻഡ് എനർജിയിലുള്ള ഒരു സെക്കൻഡ് ചാൻസ്, ഇപ്പോൾ രണ്ടാം വിവാഹം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഒരു ചിൽഡ്രൻസ് പ്രസൻസ് ഉള്ളൊരു എനർജി. പക്ഷെ അതും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുന്ന, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ പ്രസൻസാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്കതിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കൺഫ്യൂഷൻ വേണ്ട. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സോൾ കണക്ഷൻസ് തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ കുറവുകളും നിങ്ങളുടെ അവസ്ഥകളെ മനസ്സിലാക്കി നിങ്ങളുടെ പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതുമെല്ലാം നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്ത് അതുമെല്ലാം നിങ്ങളോടൊപ്പം മാനേജിങ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ എനർജിയുടെ പ്രസൻസും നമുക്ക് ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസത്തിലെ എനർജിയിലേക്ക് നോക്കുമ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. പക്ഷേ നിങ്ങൾ അതിനെ മറികടന്ന് ആ ഒരു പ്രശ്നങ്ങളെ ഇന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെ മറികടന്ന് പോകാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയോ വഴക്കോ മറ്റോ ഉണ്ടെങ്കിൽ ഏകദേശം ഇന്നതൊന്ന് സ്വരുമപ്പെട്ടു പോകാൻ ശ്രമിക്കുക കേട്ടോ. അവിടെ ഒരു പോസിറ്റിവിറ്റി കണക്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണമെന്നാണ് കാണുന്നത്. അതുപോലെ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക കേട്ടോ. പാസ്റ്റിൽ നിങ്ങൾക്ക് ഒരുപാട് കോൺഫ്ലിക്റ്റുകളും പ്രതിസന്ധികളും സ്ട്രെസ് എനർജിയും ചീറ്റിംഗ് പ്രസൻസും ഹാർട്ട് ബ്രോക്കണൊക്കെ ലഭിച്ച എനർജികൾ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കി ഒരു പ്രതീക്ഷ കൊടുക്കണ്ട, നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോകുക എന്നാണ് പറയുന്നത് കേട്ടോ. അത് പാർട്ട്ണറുമായിട്ടുള്ള എനർജിയാണ് കേട്ടോ. നിങ്ങളുടെ ഫാമിലിയുമായിട്ട്, നിങ്ങളും നിങ്ങളുടെ ഫാമിലി, നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് ഇനി ഒരു അണുകുടുംബമാണെങ്കിൽ ആ ഒരു എനർജിയുമായിട്ട് പോവുക. മറ്റുള്ളവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു, നിങ്ങളുടെ പേരൻസായിട്ടും മറ്റു ബന്ധങ്ങളായിട്ടൊക്കെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങൾ അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യേണ്ട. കാരണം കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ഒരു കർമ്മ ബേസ് അവസാനിക്കുമ്പം നിങ്ങൾക്കതെല്ലാം മാറിക്കിട്ടുന്ന ഒരു എനർജി കൂടി കാണുന്നുണ്ട്. ദ വേൾഡ് ഗാർഡിൻ്റെ എനർജി കാണുന്നുണ്ട്. ഒരു എയർ ട്രാവലിംഗ് പ്രസൻസ്, ഫാമിലിയോടൊപ്പമുള്ള, നമ്മൾ പറഞ്ഞില്ലേ വിദേശത്തൊക്കെ പോയി സെറ്റിൽ ആവണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം കാണുന്നുണ്ട്. ഏസ് ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഒരു പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു പുതുമ തോന്നുന്ന, വല്ലാത്തൊരു ഫ്രഷ്നെസ് തോന്നിക്കുന്ന, പോസിറ്റിവിറ്റി തോന്നിക്കുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ഇന്ന് ചിലരെ സംബന്ധിച്ച് ഒരു ഇമോഷണൽ അബണ്ടൻസ് ഉള്ള ദിവസമാണ് കേട്ടോ. വളരെയധികം സന്തോഷം ഫീൽ ചെയ്യുന്ന, ഒരു സെൽഫ് ലവ് ഫീൽ ചെയ്യുന്ന, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെന്നെങ്കിലുമൊക്കെ ഉള്ള ഒരു റെസ്പെക്റ്റ്, നിങ്ങളോട് ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രസൻസ് നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പോസിറ്റീവ് ആകുന്ന ചില കാര്യങ്ങൾ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇമോഷണലി ഒരു ബ്ലെസ്സിങ്സ് ഉള്ള ദിവസമാണ് കേട്ടോ ഇന്നത്തെ ദിവസം. നിങ്ങൾ പ്രതീക്ഷിക്കാതെ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. പല ഇടങ്ങളിൽ നിന്നും അബണ്ടൻസ് പോലുമുണ്ട് കേട്ടോ. ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ചില കാര്യങ്ങൾ വരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. ഒരു പക്ഷേ ഒരു ഇൻഡിസിഷൻ എടുത്ത് നിന്ന്, അതായത് ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഒരു ഇൻഡിസിഷൻ എനർജിയിൽ നിന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കിന്നൊരു ഡിസിഷൻ എനർജിയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നതായിട്ടാണ് കാണുന്നത്. കൂടാതെ തന്നെ ചില ബാഡ് സിറ്റുവേഷൻസുകൾ, ചില വ്യക്തികളിൽ നിന്ന് നേരിട്ടുകൊണ്ടിരുന്ന മോശം ബിഹേവിയർ, ഇതെല്ലാം നിങ്ങൾക്ക് മറികടക്കാൻ പറ്റുന്നതായിട്ട് കാണുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് സെൽഫ് ലവ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് എനർജിയിലേക്ക് ഒരുപാട് ആളുകളുടെ സിറ്റുവേഷൻസ് മാറുന്നുണ്ട്.
ചില തിരിച്ചറിവുകൾ, ചില കാത്തിരിപ്പിൻ്റെ ഒരു എൻഡിങ് എനർജി കാണുന്നുണ്ട്. ചില തിരിച്ചറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടോ ഈ ഒരു കാര്യത്തിന് പ്രാധാന്യം കൊടുത്തിട്ടോ കാര്യമില്ല എന്നുള്ളൊരു തിരിച്ചറിവും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു റീയൂണിയൻ എനർജി, അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക്, ബന്ധങ്ങളിലൊരു അനുകൂല സമയമാണ് ഇന്നത്തെ ദിവസം കേട്ടോ. ഇമോഷണലി ചില വ്യക്തികളെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് സമയമാണ്, ഒരു ദൃഢതയുള്ള സമയമാണ്, സെൽഫ് ലവ്, സെൽഫ് റെസ്പെക്റ്റ് എനർജിയുടെ സമയമാണ്, ചില വ്യക്തികളുടെ റീയൂണിയൻ്റെ സമയമാണ്, ചില ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ സമയമായിട്ടൊക്കെയാണ് ഇന്ന് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ മറ്റുള്ളവരുടെ വാക്ക് കേട്ട് തെറ്റിദ്ധരിച്ച് നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് ഇന്നത്തെ ദിവസം കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കാം ഒരു കോളോ മെസ്സേജോ കമ്മ്യൂണിക്കേഷനോ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നത്. ഒരു കപ്പ് ഓഫ് ലവ് എനർജിയാണ് വരുന്നത് കേട്ടോ. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിക്ക് നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്തിരുന്ന പേഴ്സണാണ്. പക്ഷേ നിങ്ങളെ അപ്പോഴെല്ലാം റിജക്റ്റ് ചെയ്തൊരു വ്യക്തി ആയിരിക്കാം. മറ്റുള്ളവരുടെ വാക്കുകൾക്കും മറ്റുള്ളവരിലേക്ക് ഫോക്കസ് ചെയ്തൊരു പേഴ്സൺ ആയിരിക്കാം നിങ്ങളിലേക്ക് കറൻറ്റ്ലി തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ, ഇത് റിസ്ക് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ. ഇതൊരു റിസ്കി എനർജി കൂടിയാണ് കേട്ടോ. കാരണം ഒരിക്കൽ നമ്മളെ ചീറ്റിംഗ് ചെയ്ത, അല്ലെങ്കിൽ ഒരിക്കൽ നമ്മൾക്ക് വാല്യൂ നൽകാതെ അൺഹെൽത്തി സിറ്റുവേഷൻസ് നിങ്ങളുടെ ലൈഫിൽ വരുത്തിയ ചില വ്യക്തികളുടെ, അത് സൗഹൃദമായിക്കോട്ടെ, ബ്ലഡ് റിലേഷനിൽപ്പെട്ട ആളുകളായിക്കോട്ടെ, അതുപോലെ തന്നെ പ്രണയബന്ധത്തിൽപ്പെട്ട ആൾക്കാരായിക്കോട്ടെ, സൗഹൃദ ഫ്രണ്ട്ഷിപ്പുകൾ ആരും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഒരു നൈബർ എനർജിയിൽപ്പെട്ട നമ്മുടെ അയൽക്കത്തുകാരനായിക്കോട്ടെ, നമ്മളെ ഒരുപാട് ചൂഷണം ചെയ്ത, നമ്മളെക്കുറിച്ച് നെഗറ്റീവുകൾ പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറി നിന്ന ചില വ്യക്തികളുടെ തിരിച്ചുവരവിൻ്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അതായത് കാലം കണക്ക് ചോദിച്ചു എന്നും, അല്ലെങ്കിൽ സമയം ചേഞ്ചായി ഇപ്പോൾ ചില തിരിച്ചറിവുകൾ വന്നു എന്നും, നിങ്ങളുടെ ഡെസ്റ്റിനിയിലുള്ള, അവരുടെ ഡെസ്റ്റിനിയിലുള്ള ഒന്നാണ് നിങ്ങളെന്നുമൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്, ഈ ഒരു ബന്ധം ഒരു റിസ്ക്കാണ്, ഒരു ടാസ്ക് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കണക്റ്റ് ചെയ്താൽ മതി, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എനർജിയിൽ നിന്നും പിന്മാറാം. കാരണം ഇതൊരു ടോക്സിക്കാണ്. ഇനിയും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയാലും നിങ്ങൾക്ക് ചില നിരാശകൾ മാത്രം നൽകാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസാണ് കാണുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങളിൽ നിന്നും വിട്ടുപോയ, നിങ്ങളെ തെറ്റിദ്ധരിച്ചും കുറ്റപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും നിങ്ങളെക്കുറിച്ച് നെഗറ്റീവുകൾ പറഞ്ഞ് നിങ്ങളിൽ നിന്നും വിട്ടുപോയ ഏത് ബന്ധം നിങ്ങളിലേക്ക് വന്നാലും നിങ്ങളൊരു ബൗണ്ടറി ഇട്ടിരിക്കണം. നിങ്ങളെ അവരിലേക്ക് ഒരിക്കലും ആഴ്ന്നിറങ്ങി ചെല്ലരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണലി ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് പുറത്ത് പൊക്കോളാനാണ് ഏഞ്ചൽസ് പറയുന്നത്. നിങ്ങളോട് വിട്ടുപോയിക്കോളുക, നിങ്ങളവിടെ കണക്റ്റഡ് ആവേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. നൈറ്റ് ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റിലെ ചില കാര്യങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു പക്ഷേ ഒരു ജോബാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ ചില എന്താ പറയുക ആഗ്രഹങ്ങൾ, പാഷൻ എനർജി ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ആവാം. നിങ്ങൾ ആക്ഷൻ എടുത്തിട്ടും നിങ്ങൾ ശ്രമിച്ചിട്ടും ലഭിക്കാതെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് വീണ്ടും തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം ഇന്നത്തെ ദിവസം വരുന്നുണ്ട്. പാസ്റ്റിലേക്കൊന്ന് തിരിഞ്ഞു പോകേണ്ടി വരുന്നുണ്ട് കുറച്ച് ആളുകൾക്ക് കേട്ടോ. അവിടെ നമുക്ക് നിങ്ങൾ വളരെയധികം എടുത്തുചാട്ടമൊന്നും പാടില്ല, ആലോചിച്ച് തീരുമാനം എടുക്കാവുള്ളൂ. മായാവലയത്തിൽ പെട്ടുപോകുന്നല്ലോ, അതായത് നിങ്ങൾ ചതിക്കപ്പെടുന്ന രീതിയിലുള്ള ഒന്നിലും ചെന്ന് ചാടരുത് എന്നുള്ളത് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രദ്ധിച്ച് തന്നെ അവിടെ നിൽക്കണം കേട്ടോ. എടുത്ത് ചാടി ഒരു കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. അത് നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങളെ ഒന്ന് പെടുത്തിക്കളയാനും സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു നിമിഷം തോന്നുന്ന ആ ഒരു ആഗ്രഹമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചില നഷ്ടങ്ങളെ നേരിടേണ്ടി വരും. അതായത് ഒരു എന്താ പറയുക, ഒരു ഇല്യൂഷൻ എനർജിയാണ് കേട്ടോ. ഒരു മോഹവലയത്തിൽ പെടുത്തിക്കളയുന്ന ഒരു സിറ്റുവേഷൻസും കാണുന്നുണ്ട്. അപ്പോൾ വളരെ ശ്രദ്ധയോടും കൃത്യതയോടും കൂടി മാത്രമേ പാസ്റ്റിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നോക്കാവുള്ളൂ. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ട്രോമാസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചീറ്റിങ്ങോ ഒക്കെ ലഭിക്കുമ്പോഴാണ് പാസ്റ്റിന് നമ്മൾ മാറി നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ദ ഹെർമിറ്റിൻ്റെ എനർജി വന്നിട്ടുണ്ട്.
തീർച്ചയായിട്ടും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കണം കേട്ടോ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സെലിബ്രേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത് ഒരു പക്ഷേ കരിയർ പാതയിലൊക്കെ നിങ്ങൾക്കൊരു ചെറിയ സക്സസ്, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ഉയർച്ച ഇന്നത്തെ ദിവസം നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. പ്രതീക്ഷിക്കാത്ത ചില അഭിനന്ദനം മറ്റും ഒക്കെ നിങ്ങൾക്ക് ഇന്ന് കരിയർ എനർജിയെ ബേസ് ചെയ്ത് നേരിടാൻ പറ്റുന്നുണ്ട്. റിലേഷൻഷിപ്പുകളെ ബേസ് ചെയ്തൊരു സെലിബ്രേഷൻ്റെ പ്രസൻസ്, എന്തെങ്കിലും ഒരു വിശേഷ ദിവസം, ഇന്നത്തെ ദിവസം നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ കുറച്ച് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ദിവസമായിട്ട് കാണുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾ ഏത് സിറ്റുവേഷൻസിലാണേലും ആനന്ദകരമാകുന്ന, ആഹ്ലാദിക്കാവുന്ന ഏത് സാഹചര്യത്തിലാണിന്ന് നിങ്ങൾ ചെന്ന് നിൽക്കുന്നതെങ്കിലും നിങ്ങളൊന്ന് ഉൾവലിഞ്ഞ് നിൽക്കണമെന്നാണ് കാണുന്നത്. പൂർണ്ണതയോട് കൂടിയും അല്ലെങ്കിൽ അതിലത് പൂർണ്ണമായിട്ടും ഇൻവോൾവ് ആകരുത് കേട്ടോ. കാരണം അവിടെ ഒരു ലോസ് സിറ്റുവേഷൻസ്, അതല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടുത്തുന്നൊരു എനർജി കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധയോടുകൂടി തന്നെ നിൽക്കാൻ ശ്രമിക്കുക, ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവാനായിട്ട് കേട്ടോ. അതുപോലെ തന്നെ 5 ഓഫ് സോഴ്സിൻ്റെ എനർജി ഒപ്പം തന്നെ വന്നിട്ടുണ്ട്. ചില വ്യക്തികൾ ഇന്ന് നിങ്ങളോട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഫാദർ എനർജീനെ, ഒരു ഗാർഡിയൻ എനർജീനെ ബേസ് ചെയ്താണ് കാണുന്നത്. ഒരു പക്ഷേ മക്കളുമായിട്ടുള്ള എന്തെങ്കിലും തർക്കങ്ങളാവാം, അതല്ലെങ്കിൽ സഹോദര സ്ഥാനത്തുള്ളവരുമായിട്ടുള്ള ചില തർക്കങ്ങളാവാം. ഒരു ഗാർഡിയൻ എനർജിയുടെ പ്രസൻസ്, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ പാതയിൽ നിങ്ങളുടെ പൊസിഷന് താഴെയുള്ള വ്യക്തികളിൽ നിന്നുള്ള ചില കോൺഫ്ലിക്റ്റുകളോ അല്ലെങ്കിൽ ചില പ്രോബ്ലംസുകളെയോ നിങ്ങളിന്ന് നേരിടേണ്ടി വരാം. അത് വാക്കുകൾ കൊണ്ടാവാം, പ്രവൃത്തികൾ കൊണ്ടാവാം നേരിടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അവിടെ ഒരു മെച്യൂരിറ്റിയോട് കൂടി വളരെയധികം ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കണമെന്നാണ് കാണിക്കുന്നത്. ഇന്ന് ചിലരെ സംബന്ധിച്ച് നിങ്ങളെക്കാളും താഴെ തലത്തിൽ നിൽക്കുന്ന, അതായത് ഏജ് കൊണ്ടാവാം, സ്ഥാനം കൊണ്ടാവാം, ചില വ്യക്തികളുമായിട്ടൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നുണ്ട്. അവിടെ നിങ്ങൾ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണണം, ക്ഷമ കാണിക്കണമെന്നുള്ള എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അബണ്ടൻസ് വരുന്നുണ്ട് കേട്ടോ. കുറേ ആളുകളിലേക്കൊരു ലോട്ടറി ഭാഗ്യം വരുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങൾ സാമ്പത്തികപരമായിട്ട് അലയുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് സക്സസ്സിനുള്ള അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്കുള്ള മാർഗമുണ്ട് എന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഫിനാൻഷ്യൽ പരമാകുന്ന ബ്ലോക്കേജുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഇന്ന് നിങ്ങൾക്കെല്ലാം സ്മൂത്തായിട്ട് കടന്നു പോകാൻ പറ്റും. തീർച്ചയായിട്ടും മണി അഫർമേഷൻസ് ചൊല്ലണം. പണത്തെ നമ്മളെപ്പോഴും അട്രാക്റ്റ് ചെയ്യണം. എപ്പോഴും പറയണം, എൻ്റെ ലൈഫിൽ എല്ലാ ദിവസവും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന മിറാക്കിൾ സംഭവിക്കുന്നതിൽ ഞാൻ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നു എന്ന് എപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ പറയാൻ ശ്രമിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം വരും. ഇന്നത്തെ ദിവസം സാമ്പത്തികപരമാകുന്ന ഒരു വിജയം, ഒരു ഉന്നതി, പ്രതീക്ഷിക്കാത്ത പലയിടങ്ങളിൽ നിന്നും നിങ്ങളിലേക്ക് ഫിനാൻസ് വന്നു ചേരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വരാഹി മന്ത്രവും മണി അഫർമേഷൻസൊക്കെ ഈ ലാസ്റ്റ് ഇപ്പോഴൊക്കെ കിടക്കുന്നുണ്ടല്ലോ നമ്മുടെ സ്ക്രീനിൽ, ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിതൊന്നും എന്തേ കാണാത്തത്? എന്നിട്ട് വീണ്ടും വാട്സപ്പിൽ വന്നിട്ട് വരാഹി മന്ത്രവും മണി അഫർമേഷൻസും എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ വോയിസ് മാത്രം കേൾക്കുന്നുണ്ടായിരിക്കാം കേട്ടോ. ഏറ്റവും ലാസ്റ്റ് രണ്ടും ഞാൻ എഴുതിയിട്ടിട്ടുണ്ട്. വരാഹി മന്ത്രം മണി അഫർമേഷൻസിന് മുൻപാണ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കർമ്മപരമായി കുറച്ച് ആളുകൾക്ക് ഇന്നത്തെ ദിവസം ഒരു ബ്ലൈൻഡ് എനർജി വരുന്നുണ്ട് കേട്ടോ. അതായത് അത് നിങ്ങളുടെ കർമ്മഫലമായിട്ടാണ് കാണുന്നത്. മോശം സമയത്തിൻ്റെ സിറ്റുവേഷൻസാണ്. നിങ്ങൾക്ക് പെയിൻഫുള്ളാകുന്ന ചില സാഹചര്യങ്ങൾ ഒരു പക്ഷേ ഇന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വരാം. കുറച്ച് ആളുകളെ സംബന്ധിച്ച് ഒരു ഒറ്റപ്പെടൽ നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതുപോലെ അത് നിങ്ങളുടെ ചിന്തകളുടെ പ്രശ്നമാണ് കേട്ടോ. കമ്മ്യൂണിക്കേഷൻ പരമായിട്ട് സംസാരത്തിലും നിങ്ങളുടെ ചിന്തയിലും സംഭവിക്കുന്ന ഒരു ബ്ലോക്കേജാണ് ഇന്നത്തെ ദിവസം. ഒരു ബ്ലൈൻഡ് എനർജി, അതായത് നിങ്ങളെ ആരൊക്കെയോ ചതിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളോട് ആർക്കും ഒരു സ്നേഹമോ കരുണയോ ഇല്ല എന്നൊക്കെയുള്ളൊരു തോട്ട്സ് നിങ്ങളെ വല്ലാതെ വരിഞ്ഞു മുറുക്കിയേക്കുന്ന പോലൊരു ഫീലിങ്സ് ഇന്നത്തെ ദിവസം ഉണ്ടാവും. ഒരു ആത്മവിശ്വാസക്കുറവ് കേട്ടോ. ആ ഒരു ആത്മവിശ്വാസക്കുറവിൻ്റെ ഫലമായിട്ട് ഇന്നൊരു കോൺഫ്ലിക്റ്റും സംഭവിക്കാം. ആ ഒരു ഇറിറ്റേഷനിൽ, ആ ഒരു സങ്കടത്തിൽ നിങ്ങളെ സംബന്ധിച്ച് ശക്തമാകുന്നൊരു ഫൈറ്റിങ് സംഭവിക്കാം. പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പകുതിയോടുകൂടി ആ ഒരു ചിന്തയും നിങ്ങളിൽ നിന്നും മാറിക്കിട്ടും. നിങ്ങൾക്കൊരു സെക്കൻഡ് എനർജി, ഒരു സെക്കൻഡ് ചാൻസ് എനർജി പോലെ
ഒരു സക്സസ് ഫീലിങ്സും ഉണ്ടാവും കേട്ടോ. ഒരു ഹാപ്പി മൂമെൻറ്റ്സ് ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇന്നത്തെ ടോട്ടലി എനർജിയിലേക്ക് നോക്കുമ്പോൾ ഒരു ബൗണ്ടറിയാണ് കാണുന്നത് കേട്ടോ. എല്ലാത്തിനെയും ഒരു ചെറിയ സംശയദൃഷ്ടിയോടുകൂടി ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പോസിറ്റീവാണ്. ഇന്ന് ധൈര്യമായിട്ട് കാര്യങ്ങളിലേക്ക് പൊയ്ക്കോളുക. ഏഞ്ചൽസ് എന്ന് പറയുന്നത് ബി അസേർട്ടീവ് എന്നാണ് കേട്ടോ. ഉറച്ച് നിൽക്കാനാണ് പറയുന്നത്. അതായത് ശത്രുക്കളുടെ മുന്നിൽ ഇന്ന് ചെന്ന് നിൽക്കേണ്ടി വരാം കേട്ടോ. നിങ്ങളെ ശത്രുഭാവത്തിലോട് കൂടിയ മോശമായിട്ടൊക്കെ ചിത്രീകരിക്കുന്ന, നിങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കാത്ത ചില വ്യക്തികളുടെ മുന്നിൽ ഫേസ് ടു ഫേസ് ചെന്ന് നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അവിടെ നിങ്ങൾ ഉറച്ച് നിന്നോളുക. നിങ്ങൾ ഒന്നിനെയും പേടിക്കേണ്ട. ഒരു നെഗറ്റീവ് പ്രസൻസ് ആണ് നിങ്ങൾ നേരിടുന്നതെങ്കിലും നിങ്ങളുടെ പവർ സ്ട്രോങ് ആക്കുക കേട്ടോ. റൊമാൻസ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ചിലരെ സംബന്ധിച്ച് തേർഡ് പാർട്ടി പ്രസൻസിൽ നിന്നും ചില വ്യക്തികളുടെ ലൈഫിലേക്ക് ഒരു റീയൂണിയൻ പ്രസൻസ്, നിങ്ങളിലേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങളവിടെ സ്നേഹം തന്നെ കൊടുക്കാനാണ് പറയണം. നമുക്ക് ശത്രുതയോ വെറുപ്പോ വൈരാഗ്യമോ ഒന്നും വേണ്ട. നമ്മൾക്ക് ഓർമ്മയുണ്ടാവുക നമ്മളോട് ചെയ്തതും പ്രവർത്തിച്ചതും, അതനുസരിച്ച് ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുക എന്നാണ് കാണുന്നത്. ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങളൊരു പേഴ്സണാലിറ്റി ചേഞ്ചിങ് വേണ്ട ദിവസമാണ് ഇന്നത്തെ ദിവസം. അതായത് നമ്മൾ പറഞ്ഞ പോലെ സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ലവിലൂടെ കടന്നു പോകേണ്ട വ്യക്തികളാണ്. അതിന് നിങ്ങൾ ഇന്ന് തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട്, നിങ്ങളുടെ മനസ്സിനോട് നിങ്ങൾ ശരിക്കും ചോദിച്ച് അറിയാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഗെറ്റ് ടു മോർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫാമിലി സംബന്ധമാകുന്ന എന്തെങ്കിലും കാര്യത്തിനൊരു തീരുമാനം എടുക്കുന്നുണ്ട് എങ്കിൽ, അതായത് ഫിനാൻഷ്യൽ പരമായിട്ടോ മറ്റു എന്തെങ്കിലും ഒരു തീരുമാനം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഗെറ്റ് ടു മോർ ഇൻഫർമേഷൻസ്, കൂടുതൽ അറിയാൻ ശ്രമിക്കുക.